ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എടുക്ക് പോകുന്നറിയാം. എൻ്റെ കസിൻ്റെ മെഹന്തി വെക്കുന്ന ഫംഗ്ഷൻ അല്ല, മെഹന്തി വെക്കുന്നത് ഇന്ന്. ഓൾക്ക് നാളെ നിക്കാവ് ആൻഡ് മൺഡേ ചെറുങ്ങനെ ഒരു റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ കസിൻസ് എല്ലാം ഉള്ളപ്പോർക്ക് പോകാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പോകുന്നത്. ഇന്നലെ ഞാൻ ഉള്ളപ്പോർക്ക് പോയിട്ടുണ്ടേ. അപ്പം ഞാൻ അനക്കുള്ള മെഹന്തിയെല്ലാം വെച്ചിന്. ഈ കൈക്ക് ഇപ്പം ഞാൻ എൻ്റെ കസിൻസിൻ്റെ ആരൊക്കെ ഉണ്ടെങ്കിലും വെക്കണമേ. ആൻഡ് ഓൾക്ക് ഓൾറെഡി ഓളൊരു ഫ്രണ്ട് മൈലാഞ്ചി വെക്കാൻ വന്നിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എല്ലാം കേൾക്കുന്നത് ആൻറ്റീൻ്റെ മോനും തല്ലാക്കുന്നതൊക്കെ. ഞങ്ങൾ ഇപ്പോൾ കസിൻ്റെ പേർക്ക് പോവാൻ കഴിഞ്ഞിട്ടുള്ളത് അവൻ്റെ ഒക്കെ അതായത് ചാവിയെല്ലാം ഇടുന്നുണ്ട്. കീയല്ലോ ഏക്ക് മോനെ കീ ഇടുന്ന ചമ്മോ ഇങ്ങോട്ടൊക്കെ സൽമാൻ. അങ്ങനെ ഫൈസക്ക് മെഹന്തി വെച്ചുകൊണ്ടുണ്ട്. ഫൈസ എൻ്റെ ഫ്രണ്ട് ആൻഡ് എൻ്റെ എൻഗേജ്മെൻറ്റ് ടൈം എനിക്ക് മെഹന്തി വെച്ച് തന്നത് ഓൾ തന്നെ. നല്ല ചേലിൽ വെക്കുന്നോള്. ഇനി ഫൈസ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ. പിന്നെന്തല്ലെങ്കിൽ ഫൈസൻ്റെ ഇപ്പോൾ മാരേജ് പോലെ അല്ല, ജസ്റ്റ് നിക്കാഹ് ഫംഗ്ഷൻ മാത്രം. അതിനുണ്ടാണ് ഇങ്ങനെയൊക്കെ. മൺഡേ ഒരു നിക്കാഹ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ആക്കുന്നില്ല. നെക്സ്റ്റ് ഡേ എൻഗേജ്മെൻറ്റ് പോലത്തെ ഫംഗ്ഷൻ. അങ്ങനെയാണ് ഇപ്പോൾ ഫൈസൻ്റെ ഫംഗ്ഷൻ. അങ്ങനെ ഫൈസൻ്റെ ലെഗിലേക്ക് ഞാൻ മെഹന്തി വെച്ച് കൊടുത്ത്. പിന്നെ ഞാനും ഫൈസയും കുറച്ച് ഫോട്ടോസ് പിന്നെ ഓളെ വീഡിയോസ് എല്ലാം എടുത്ത്, മെഹന്തി ഇട്ട വീഡിയോസ്. പിന്നെ എൻ്റെ കൈക്ക് കസിൻ മെഹന്തി വെച്ചിട്ടും തന്ന്. അങ്ങനെ ഞങ്ങൾക്ക് മെഹന്തി എൻ്റെ കസിൻ അസ്മി വെച്ച് തന്നൊക്കെ. എൻ്റെ കസിൻ വെച്ച് തന്നത് ഇതെങ്ങനെ ഓള് വെച്ച് ഈടെ കവറാവാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഞാൻ മിഞ്ഞാന്നല്ലേ ഇന്നലെ വെച്ചു. ഇനി പോയിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തിട്ട് പരിക്ക് പോകണം. ഇങ്ങനെ ഞങ്ങൾ എല്ലാ കസിൻസും പൊരിക്ക് പോയി. അപ്പോൾ ഇനി ഓളെ നിക്കാഹ് ഡേൻ്റെ വ്ളോഗായിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ.